സോ ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റുകളിലേക്ക് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസ് ടോക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ അപ്ഡേറ്റുകളൊന്നും അല്ല ഇന്ന് പറയാൻ പോകുന്നത്. തമിഴിൽ കണ്ടു വന്നതുപോലെ തന്നെ ഒരു Q&A സെക്ഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്, അതുപോലെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്, വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് എന്താണ് പറയാനുള്ളത്, പ്രേക്ഷകർക്ക് തന്നെ കാണാൻ പോകുന്ന ഓഡിയൻസിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്, ബിഗ് ബോസ് ടീമിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്, അതുപോലെ തന്നെ അവരുടെ പല സംശയങ്ങളും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പം നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും ലൈവ് ഡിസ്കഷൻസ് ഒക്കെ നടത്താവുന്നതാണ്. അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെയൊക്കെ നടത്തുന്നതായിരിക്കും. അപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമായിട്ട് തന്നെ നടത്താൻ സാധിക്കത്തുള്ളൂ. എന്നാണെങ്കിലും അതിന്റെ തുടക്കം എന്നാണ് ഇന്നിപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. കുറെ ക്വസ്റ്റ്യൻസും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും സജഷൻസും അതുപോലെ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറ്റുന്ന അത്രയും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം തന്നെ ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ്, സീസൺ എവിടെ വെച്ച് നടക്കുന്നത്? ചെന്നൈ സെറ്റിലാണോ? അതെ, തീർച്ചയായും ബിഗ് ബോസ് മലയാളം സീസൺ 7 നടക്കാൻ പോകുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സെറ്റിൽ വെച്ച്. ഇത്രയും കഴിഞ്ഞ 2 സീസണുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകൾ നമ്മുടെ കഴിഞ്ഞ 2 സീസൺ അല്ല, സീസൺ 6 ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. ചെന്നൈയിൽ തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിൽ വെച്ചാണ് നടന്നത്. ഈ ഒരു സീസൺ മുതൽ നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് വരികയാണ്, മലയാളത്തിനൊരു സെറ്റ് വരികയാണ്. അതുകൊണ്ട് നമ്മുടെ സെറ്റിൽ വെച്ചിട്ട് മലയാളം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നത്. അടുത്തത് ഒരു ചോദ്യം തന്നെയാണ്, ബിഗ് ബോസ് 7 എത്ര കണ്ടസ്റ്റൻസ് ഉണ്ടാകും? കോമണേഴ്സ് എത്ര പേർ? അപ്പം ബിഗ് ബോസ് 7 എന്നല്ല, ഏത് സീസൺ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കതൊരു പ്രോപ്പർ ആയിട്ടൊരു കണ്ടസ്റ്റൻസിന്റെ എണ്ണം ഒന്നും പറയാൻ സാധിക്കത്തില്ല. ഏകദേശം ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നമുക്കറിയാവുന്നത്, അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏകദേശം ഒരു കൺഫർമേഷൻ ലിസ്റ്റ്, പിന്നെ മുൻ സീസണുകളിൽ എത്ര പേരെ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഇവർ എത്ര പേരെ എടുക്കുന്നുണ്ടെന്നുള്ള ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടാണ് നമ്മളും പറയുന്നത്. അതുപോലെ ആ ഒരു സീസൺ എടുത്തു കഴിയുമ്പോൾ ഏകദേശം ഇത്ര പേർക്കൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അൺഒഫീഷ്യലി നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടൊക്കെയാണ് നമ്മളും പറയുന്നത്. അപ്പം നിലവിൽ ഒരു 18-20 പേരെ ആയിരിക്കും ബിഗ് ബോസ് ഒരു സീസണിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അത് മെയിൻ കണ്ടസ്റ്റൻസ് ആയിട്ടും ആ ദിവസം എൻട്രി ചെയ്യുന്നവരും അതുമല്ലെങ്കിൽ ഈ പറയുന്ന കോമണേഴ്സ് ഒരു 2-3 പേരൊക്കെ ആയിട്ട് 18-20 പേരെയൊക്കെ ആയിട്ടായിരിക്കും ആദ്യം കയറ്റുന്നത്. പിന്നീട് ചിലപ്പോൾ ഒരു 5-6 പേരെയും കൂടി ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ചിലപ്പോൾ ഉൾപ്പെടുത്താം. അപ്പം അതൊക്കെ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് ബിഗ് ബോസിന്റെ ടീം ഡിസൈഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഗെയിമിന്റെ പോക്കും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം എന്താണെന്നുണ്ടെങ്കിലും 18 പേരെന്താണെങ്കിലും ആദ്യം തന്നെ ഉണ്ടാകും. അതിനുശേഷം കോമേഴ്സിനെയൊക്കെ കൂടി ചിലപ്പോൾ 18-20 ആദ്യം എത്തിയെന്ന് വരാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ വൈൽഡ് കാർഡ് ആയിട്ട് ഒരു 5-6 അതിനുള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസും എത്തിയേക്കാം. ചിലപ്പോൾ ടോട്ടൽ ഒരു 25 പേരൊക്കെ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മൊത്തം ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തിയേക്കാം. കഴിഞ്ഞ സീസണിലൊക്കെ അത്രയും പേരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണെങ്കിലും ഈ ഒരു സീസണിൽ എത്രയും പേരുണ്ടാകുമെന്ന്. ഏകദേശം ഇത്രയൊക്കെ പേരായിരിക്കും ഒരു സീസണിൽ സാധാരണ ബിഗ് ബോസ് കൺഫേം ചെയ്ത് വെക്കുന്ന കണ്ടസ്റ്റൻസ്. അടുത്തത് ഒരു സജഷൻ ആണ് ബിഗ് ബോസ് ടീമിനോട്, സ്പോൺസർ ടാസ്കുകൾ കുറച്ച് മതി, ലാസ്റ്റ് സീസൺ ഓവർ ആയിരുന്നു. ശരിക്കും അതൊരു സജഷൻ തന്നെയാണ്. ലാസ്റ്റ് സീസൺ കണ്ടമാനം സ്പോൺസർ ടാസ്കുകൾ ഉണ്ടായിരുന്നു. ബട്ട് നമുക്കത് ഓവറായിട്ട് കുറയ്ക്കാനും പറ്റത്തില്ല. കാരണം സ്പോൺസേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് സീസൺ മികച്ച രീതിയിൽ എത്തിക്കാൻ പറ്റത്തില്ല. സ്പോൺസേഴ്സിന്റെ ആവശ്യം അവർക്കുണ്ട്. ബട്ട് അത് കണ്ടമാനം കൊണ്ടുവരാതെ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സ്പോൺസർ ടാസ്കുകൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു സ്പോൺസർ ടാസ്ക് ചുമ്മാ അലമ്പായി കളയുന്ന രീതിയിലല്ലാതെ മികച്ച കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പോലും കണ്ടിരിക്കുന്നവർക്ക് ലാഗടിക്കത്തില്ല, കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇത് തീർത്തും മോശമാകുന്ന രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് സ്പോൺസർ ടാസ്കുകൾ കാണാൻ താല്പര്യമില്ലാതെ വരുന്നത്. മുൻ സീസണുകളിൽ അല്ലെങ്കിൽ സീസൺ 1 ഒക്കെ നടക്കുന്ന സമയത്ത് അത്രയൊന്നും മോശമല്ലായിരുന്നു. അപ്പം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. സ്പോൺസർ ടാസ്കുകൾ ഒന്നെങ്കിൽ കുറയ്ക്കുക, അതല്ല കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മികച്ച ടാസ്കുകൾ കൊണ്ടുവരിക. സീസൺ മോശമാകുമ്പോഴാണ് ഇവർ ടാസ്കുകൾ കൂടുതലും കുത്തിക്കയറ്റുന്നത്, സ്പോൺസർ ടാസ്കുകൾ. അങ്ങനെയെങ്കിലും കുറച്ച് ബിസിനസ് പിടിക്കാൻ വേണ്ടി. എന്നാണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു സീസണിൽ കുറച്ച് മികച്ച രീതിയിൽ ബിഗ് ബോസ് ടീം സീസൺ 7 കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ചോദ്യമാണ്, അതായത് ധ്യാൻ ശ്രീനിവാസൻ ബിഗ് ബോസ് 7 ഉണ്ടോ? ധ്യാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു സോഷ്യൽ മീഡിയ ചർച്ചകളും അല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് കൊണ്ടുവന്ന് നടന്നിരുന്ന കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പലരും പറയുന്നുണ്ടായിരുന്നു. ഞാനും കേട്ടിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ബിഗ് ബോസ് 7 വരുന്നു. എന്താണെങ്കിലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിലൊന്നും ധ്യാൻ ശ്രീനിവാസൻ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ടില്ല. പുള്ളിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിലേക്ക് ഒരു കണ്ടസ്റ്റന്റ് ഒക്കെ ആയിട്ട്. എന്താണെങ്കിലും ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ ഗ്രാൻഡ് ലോഞ്ചിന്റെ സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമോ വല്ല സിനിമയുടെ പ്രൊമോഷനുമായി
ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എത്തിയേക്കാം, എത്താതിരിക്കാം. ചിലപ്പോൾ ഗ്രാൻഡ് ലോഞ്ചിന്റെ സമയത്ത് ഗസ്റ്റ് ആയിട്ടോ ചിലപ്പം എത്താനുള്ള സാധ്യതകളുണ്ട്. അതിലപ്പുറം ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വന്നാൽ വരട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം അല്ലെ. എന്താണെങ്കിലും നിലവിൽ നമ്മുടെ ലിസ്റ്റിലോ അല്ലെങ്കിൽ കൺഫർമേഷൻ ലിസ്റ്റിലോ ഒന്നും ധ്യാൻ ശ്രീനിവാസിന്റെ പേര് കേൾക്കാൻ പോലും ഇല്ല. അടുത്തൊരു ചോദ്യമാണ് ഒരു പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത്, ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സ്റ്റാർ സിംഗർ നിർത്തുമോ? ശരിക്കും സ്റ്റാർ സിംഗർ നിർത്തേണ്ട കാര്യമില്ല. ഇതിനു മുൻപുള്ള സീസണുകളിലും സ്റ്റാർ സിംഗറിനോടൊപ്പം തന്നെ ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ സീസൺ നമുക്കറിയാം, സ്റ്റാർ സിംഗർ ഒന്ന് പോസ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് വന്നത്. ബിഗ് ബോസ് തീർന്നതിന് ശേഷം മാത്രമാണ് അവർ പിന്നെ കണ്ടിന്യൂ ചെയ്തത്. അതിന്റെ ആവശ്യം ഇല്ല നിലവിൽ. ബട്ട് ഇതിന്റെ ഇപ്പൊ നിലവിൽ ഈ ഒരു സ്റ്റാർ സിംഗറിന്റെ തന്നെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള സെർഗോ വിജയരാജ് ആണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ന്റെ ഷോ ഡയറക്ടറായി കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്റ്റാർ സിംഗർ പോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് പോസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം സാറ്റർഡേ സൺഡേ ആണ് സ്റ്റാർ സിംഗർ വരുന്നത്. ആ സമയത്ത് സ്റ്റാർ സിംഗർ നേരത്തെ ആക്കിയാൽ മതി. ആദ്യ സീസണുകളിലും രണ്ടാമത്തെ സീസണുകളിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തതുപോലെ ആ സമയത്ത് ഇപ്പോൾ സാറ്റർഡേ, നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ സാറ്റർഡേ സൺഡേ നമ്മുടെ സീരിയലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സാറ്റർഡേ സൺഡേ കൂടി ഈ സീരിയലും കാര്യങ്ങളും ഒക്കെ ഓടിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ സീരിയൽ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർക്ക് സ്റ്റാർ സിംഗർ ഓടിക്കാം, അതുപോലെ തന്നെ ബിഗ് ബോസ് ഓടിക്കാം. ബട്ട് അതൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാം ബിസിനസ് തന്നെയാണല്ലോ. അപ്പം അതിന്റെ ഇടയ്ക്ക് ഒരു ഷോയുടെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ബട്ട് സ്റ്റിൽ അവരതൊരു ബിസിനസ് ആയി കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സീസണും മിക്കവാറും ബ്രേക്ക് ഉണ്ടാവാം. അതിന്റെ ഒരു ഫെസ്റ്റ് എന്തൊക്കെയാണെന്നോ, മൺസൂണോ സമ്മർ ഫെസ്റ്റോ എന്നൊക്കെ പറഞ്ഞ ആടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ മിക്കവാറും ആ ഒരു ഫെസ്റ്റിലേക്ക് അവർ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ സ്റ്റാർ സിംഗറിന്റെ കണ്ടസ്റ്റൻസ് ഒക്കെ ആയിട്ട് പുറത്ത് മൊത്തം ഒന്ന് കറങ്ങുക, കുറെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു ബ്രേക്ക് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്റ്റാർ സിംഗർ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അറിവാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അടുത്തതും ചോദ്യം തന്നെയാണ്, ബിഗ് ബോസ് 7 അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ രണ്ട് സീസണുകളുടെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് അവർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളും ടാസ്കുകളും കണ്ടസ്റ്റൻസിനെയും ഒരു മികച്ച ടീമും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കാം. അതുപോലെ തന്നെ ഇത്രയും നാളും കണ്ടുവരാത്ത മികച്ച എന്തെങ്കിലും ഒരു വെറൈറ്റി, എല്ലാ ബിഗ് ബോസിലും എല്ലാ ലാംഗ്വേജിലും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി അവർ ഓരോ സീസണും അവർ കൊണ്ടുവരും. അപ്പം നമുക്ക് നോക്കാൻ കഴിയ ഒരു സീസണിൽ തമിഴ് ബിഗ് ബോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പണപ്പെട്ടി ടാസ്ക് പോലും എടുത്ത് പുറത്തു പോകണമെന്നാണ്. പക്ഷെ അവിടെ അവർ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ടാസ്ക് ഒക്കെ കൊണ്ടുവന്ന് വെറൈറ്റി ആക്കി. അതുപോലെ മലയാളത്തിലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഈ തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ പുതുമകൾ ഉണ്ടെങ്കിൽ കാണാൻ നല്ലതായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. നിലവിൽ അതിനെപ്പറ്റി ഒരു അറിവും കാര്യങ്ങളും ഒന്നുമില്ല. അതൊക്കെ തീമും കാര്യങ്ങളും ഒക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും ഈ ഒരു സീസണിൽ വരാൻ പോകുന്ന പുതുമ എന്നൊക്കെ. അടുത്തൊരു പ്രേക്ഷകന് കൊടുക്കാനുള്ള ഒരു സജഷൻ ആണ്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് ടീമിന് കൊടുക്കുന്ന ഒരു സജഷൻ ആണ്, ലാലേട്ടൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആകണം, പാർഷ്യാലിറ്റി കാണിക്കരുത്, വെറുതെ സ്ക്രിപ്റ്റ് മാത്രം പറയരുത്. ഇത് സീസൺ 1 മുതൽ നമ്മൾ പ്രേക്ഷകരൊക്കെ പറയുന്നതാണ്. ലാലേട്ടൻ സ്ക്രിപ്റ്റ് മാത്രം വായിക്കരുത്, അതുപോലെ തന്നെ പാർഷ്യാലിറ്റി കാണിക്കരുത്, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കണം. ഇതെല്ലാ സീസണിലും പറയും, അത് അവസാനിക്കും, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ബട്ട് ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ ലാലേട്ടൻ കുറച്ചുകൂടിയൊക്കെ സ്ക്രിപ്റ്റിനോട് കുറച്ചും എന്താ പറയുന്ന നീതി പുലർത്തണം. കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയ ശേഷം ചെയ്യുകയാണ് കുറച്ചുകൂടി നന്നാകും. പിന്നെ സ്ക്രിപ്റ്റും എന്താ അവതരിപ്പിക്കണം എന്നൊക്കെ ബിഗ് ബോസിന്റെ ടീമാണ് തീരുമാനിക്കുന്നത്, ലാലേട്ടൻ അല്ല തീരുമാനിക്കുന്നത്. അപ്പൊ കൊടുക്കുന്ന ആ ഒരു ഇത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ ലാലേട്ടനെ സംബന്ധിച്ചുള്ളൂ. ബട്ട് തീർത്തും സ്ക്രിപ്റ്റ് ബാധിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. മീൻസ് വായിച്ച് വെറുതെ ഒരു സ്ക്രിപ്റ്റ് പറയുന്നത് കേട്ട് അതേപടി അഭിനയിച്ച് കാണിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ബിഗ് ബോസിന്റെ ഹോസ്റ്റ് എന്ന നിലയിൽ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകും. അതായിരിക്കണം ഈ ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാണേലും നമുക്ക് നോക്കാം. പാളിച്ചകൾ മാറ്റി ഈ ഒരു സീസൺ 7ന്റെ പണി തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതും ഈ പറയുന്നത് പോലെ ഒരു സജഷൻ ആണ്. ബിഗ് ബോസ് സൗണ്ട് ലാസ്റ്റ് സീസൺ എന്തോ പ്രശ്നമുണ്ടായിരുന്നു. സീസൺ 1 മുതൽ സീസൺ 5 വരെയുള്ള സീസണുള്ള ശബ്ദം അല്ലായിരുന്നു പല സമയത്തും. അതിൽ ശ്രദ്ധിക്കണം.
കറക്റ്റാണ്. കഴിഞ്ഞ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്. വോയിസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സീസണിൽ വോയിസ് മാറാനുള്ള സാധ്യതകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങളും ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതേപ്പറ്റിയുള്ളതൊക്കെ ഈ വീഡിയോക്കടിയിലും ആ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം അതിന്റെ അടിയിലും ഒക്കെ അറിയിക്കാവുന്നതാണ്. മിക്കവാറും ഈ ഒരു സീസണിൽ ബിഗ് ബോസിന്റെ വോയിസ് കൊടുക്കുന്ന രഘുരാജ് മാറാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ സീസണിൽ ഈ ഫിസിക്കലി അല്ലെങ്കിൽ പുള്ളിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല. പല സമയത്തും നമ്മൾ പല കമന്റുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് പനി പിടിച്ചോ ജലദോഷമാണോ എന്നൊക്കെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നത്. മേ ബി വേറൊരാളായിരിക്കാം പകരം വോയിസ് കൊടുത്തത്. ഇനി ആള് തന്നെയാണോ, വോയിസിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് നമുക്ക് ഇതുവരെയും അറിവൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ ചിലപ്പോൾ മാറാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ആളുകളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ടെസ്റ്റ് ചെയ്താലും പഴയ ആളാണെന്നുണ്ടെങ്കിലും കുറച്ച് ഗാംഭീര്യം അല്ലെങ്കിൽ പഴയ സീസണുകളിൽ കണ്ടുവന്നിരുന്ന ഗാംഭീര്യം നമ്മുടെ ബിഗ് ബോസിന്റെ വോയിസിനുണ്ടെങ്കിൽ മാത്രമേ ഷോ നന്നാകത്തുള്ളൂ. കണ്ടസ്റ്റൻസോ അതിന്റെ ഗെയിമോ ടാസ്കുകളോ മാത്രമല്ല, ആ ഒരു ബിഗ് ബോസിന്റെ സൗണ്ടും കൂടി ഈ ഒരു ഷോയ്ക്ക് ഭയങ്കര അഭിവാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് അത് കീപ്പ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതും ഈ പറയുന്നത് പോലെ ഒരു പ്രേക്ഷകന്റെ സജഷനാണ്. ബിഗ് ബോസ് ടീം സൈഡിൽ നിന്ന് ചില കണ്ടസ്റ്റൻസിനുള്ള പാർഷ്യാലിറ്റി കുറയ്ക്കണം. അതായത് ചില കണ്ടസ്റ്റൻസിനോടുള്ള പാർഷ്യാലിറ്റി ബിഗ് ബോസ് ടീമിന്റെ സൈഡിൽ കുറയ്ക്കണം. അതെല്ലാ സീസണിലും നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പോലും വൻ പ്രശ്നമാകുന്നതാണ്. ബിഗ് ബോസിന് പാർഷ്യാലിറ്റിയാണ്, ബിഗ് ബോസ് പല കണ്ടസ്റ്റൻസിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇതിനെതിരെ പല ശബ്ദവും ഉയരുന്നതാണ്, വലിയ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ്. ഇതൊരു പരിധിവരെയും ചില സാഹചര്യങ്ങളിൽ ബിഗ് ബോസ് ടീം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ചർച്ചയാവാനും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടി ബിഗ് ബോസ് കുറച്ച് ഹൈപ്പ് കയറാൻ വേണ്ടി, കാരണം സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റിക്കാണല്ലോ കൂടുതൽ ഹൈപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവര് മനഃപൂർവ്വം അങ്ങ് ചെയ്യുന്നു. അത് ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്ത് അത് വീണ്ടും അത് ഓട്ടോമാറ്റിക്കലി അതൊരു പാർഷ്യാലിറ്റി എന്ന രീതിയിൽ മുന്നോട്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. പിന്നെ അവരുടേതായ ചില പേഴ്സണൽ താല്പര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പം ആ ഒരു സീസൺ തന്നെ വളരെ മോശമായി പോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ കുറച്ച് അല്ലെങ്കിൽ എവിഡന്റ് ആയിട്ട് കാണിക്കാതെ ഒരു ഓവറായിട്ടൊരു കണ്ടസ്റ്റൻസിനോട് മാത്രമായി കാണിക്കാതെ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നന്നാകുമെന്നാണ് എന്റെയും ഒരു അഭിപ്രായം. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണോ? ഇതിപ്പോ എന്നോടാണോ ബിഗ് ബോസിനോടാണോ എന്നറിയില്ല. എന്നാണെങ്കിൽ നമുക്ക് വന്നതായതുകൊണ്ട് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% സ്ക്രിപ്റ്റഡ് ഷോ തന്നെയാണ്. പിന്നെ മുൻപോട്ട് പോകുന്ന സമയങ്ങളിൽ പല ഈ പറയുന്നത് പോലെ ഇതൊരു റിയാലിറ്റി എന്റർടൈൻമെന്റ് ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസിനെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിട്ട് കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസും അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളും തിങ്സും അവർ പറയുന്നതും അവരുടെ പേഴ്സണൽ സംഭവങ്ങളും ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അതിലൊന്നും ഇവരധികം സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് അവര് പല രീതിയിലുള്ള സ്ക്രിപ്റ്റുകളും അതിലെ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെ ഫോഴ്സ് ചെയ്ത് ഈ ഒരു ഷോയുടെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിനും വിജയത്തിനും വേണ്ടി പല സ്ക്രിപ്റ്റിങ്ങുകളും ഇവർ ചെയ്യും. അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ടാസ്കുകളും അത് നടത്തിക്കൊണ്ട് വരുന്നതും അതിനിടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഇവരുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായി തന്നെയാണ്. നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ബട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് കുറച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓവർ സ്ക്രിപ്റ്റിംഗ് ആക്കാതെ ഷോയുടെ വിജയത്തിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലും കണ്ടസ്റ്റൻസിനു പല പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്ക്രിപ്റ്റിംഗ് ആക്കാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോ നന്നാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ആണെന്ന് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. സ്ക്രിപ്റ്റഡ് അല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ. അടുത്തത് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോടുള്ള ഒരു പ്രേക്ഷകന്റെ സജഷനാണ്. കണ്ടസ്റ്റൻസ് ഫേക്കായി നിൽക്കരുത്, ജെന്യുവിനായി കളിക്കണം. അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം വരുന്ന കണ്ടസ്റ്റന്റിന് അവർക്ക് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് അവരുടെ ഇഷ്ടമാണ് അത് ഫേക്കായിട്ട് നിൽക്കണോ ജെന്യുവിനായിട്ട് നിൽക്കണോ എന്നതൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കാരണം ഇതൊരു സർവൈവലാണ്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, അല്ലെങ്കിൽ ഒരു ഗെയിം എന്റർടൈൻമെന്റ് ഷോ ആണെന്നൊക്കെ പറഞ്ഞാലും ഇതൊരു സർവൈവൽ ഗെയിമാണ്. 100 ദിവസം അവിടെ നിൽക്കുക, പ്രേക്ഷകരെ കയ്യിലെടുത്ത് വോട്ട് നേടി അവിടെ നിൽക്കുക എന്നതാണ്. അതിൽ ഫേക്കായിട്ട് നിൽക്കുവോ ജെന്യുവിനായിട്ട് നിൽക്കുവോ എന്നതൊക്കെ ഈ വരുന്ന കണ്ടസ്റ്റന്റിന്റെ ഇഷ്ടമാണ്. നമുക്കൊന്നും അത് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ബട്ട് അവര് നിൽക്കുന്നത് പ്രേക്ഷകർ ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരതോടെ തീർന്നു. അപ്പോൾ അത് മനസ്സിലാക്കാതെ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരു പരിധി വരെ നിങ്ങളായിട്ട് നിന്ന് നിങ്ങളായിട്ട് തന്നെ ഗെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഒരു പരിധി വരെയും സപ്പോർട്ട് ചെയ്യും. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ കിട്ടും. പക്ഷെ തീർത്തും ഫേക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു കണക്ഷൻ പോയിട്ട് ആദ്യ ആഴ്ചകളിൽ തന്നെ പുറത്തു പോകേണ്ടതായിട്ട് വരും. അപ്പം പ്രേക്ഷകരൊക്കെ പറയുന്നത് കേൾക്കുക, വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ. അടുത്തതും ഒരു സജഷനാണ്, നമ്മുടെ കണ്ടസ്റ്റൻസിനോട് തന്നെ ഉള്ളതാണ്. മുൻ സീസണുകളിൽ കണ്ടിട്ടുള്ളതും അവരുടെ സ്റ്റൈലും കോപ്പി അടിച്ച് ബിഗ് ബോസ് 7 വരരുത്. യെസ്,
അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാവരും ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളും അല്ലെങ്കിൽ പല പ്രേക്ഷകരും ഇതൊക്കെ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും സിനിമകളൊക്കെ കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ് ആയി പല കാര്യങ്ങളും കോപ്പി അടിച്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ലേ? അതൊക്കെ തന്നെയാണ് മുൻ സീസണുകളിൽ കണ്ടതും അതിൽ വിജയിച്ചിട്ടുള്ള പല സ്ട്രാറ്റജികളും പല സ്റ്റൈലുകളും ഇവരും കോപ്പി അടിച്ച് ഇനി വരും സീസണുകളിലും വരാൻ പോകുന്ന സീസണിലും ഒക്കെ അവർ വർക്കൗട്ട് ആക്കാൻ ശ്രമിക്കുകയും ചിലത് സക്സസ് ആവും, ചിലത് പൊളിയും. അത്രേ ഉള്ളൂ. ബട്ട് ഈ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ കൂടുതൽ കോപ്പി അടിച്ച് മറ്റുള്ളവരുടെ സാദൃശ്യങ്ങൾ കാണിക്കാതെ സ്വയം അവരായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവർ കുറച്ചും കൂടി നിങ്ങൾക്ക് വോട്ട് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് താല്പര്യം കാണും. ഇത് അവരുടേതായിട്ടുള്ള ഒരു താല്പര്യമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരെ കോപ്പി അടിച്ച് നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയിൽ കളിക്കാൻ ശ്രമിക്കുക. അടുത്തതൊരു സജഷൻ ആണ്. ബിഗ് ബോസ് സീസൺ 7-ൽ എല്ലാ ആഴ്ചയും ഓപ്പൺ നോമിനേഷൻ ആയിരിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അതിനകത്തുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് ഓപ്പൺ നോമിനേഷൻ വെച്ചാലും അതിനകത്തും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓപ്പൺ നോമിനേഷൻസ് വെക്കാറ് പതിവ്. മറ്റ് ലാംഗ്വേജുകളിലൊക്കെ തുടക്കമൊക്കെ വെക്കാറുണ്ട് ഓപ്പൺ നോമിനേഷൻസ്. ഓപ്പൺ നോമിനേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ കുഴപ്പമില്ല, എല്ലാവരെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോമിനേറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പായി ഗ്യാങ് ആയി അവരുടെ ഒരു സർക്കിളിനുള്ളിൽ പെടുന്നവരെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോമിനേറ്റ് ചെയ്യില്ല. ഓപ്പൺ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും എവിഡന്റ് ആയിട്ട് അവരൊരു ഗ്യാങ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോമിനേറ്റ് ചെയ്യത്തില്ല. അപ്പം ചില സമയത്ത് എല്ലാവരും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പലരും ഒക്കെ ആയിരിക്കും നോമിനേഷനിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് പ്ലസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എല്ലാവരെയും നോമിനേഷനിൽ വരുത്താൻ ശ്രമിക്കും. ബട്ട് കൺഫെഷൻ റൂം അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് രീതിയിലുള്ള ഒരു നോമിനേഷൻ പ്രക്രിയയാണ് നടത്തുന്നത് എങ്കിൽ കുറച്ച് അതിനകത്തൊരു പ്ലസ് പോയിന്റ് ഉള്ളതെന്ന് പറയുന്നത് ഇതിനുള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ പേഴ്സണൽ രീതിയിലുള്ള ഇഷ്ടക്കേടും താല്പര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് അവരെ എവിഷനിലേക്ക് അയക്കും, നോമിനേറ്റ് ചെയ്യും. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യത്തില്ല. അപ്പം ബട്ട് അത് കുറച്ച് പേരായിരിക്കും നോമിനേറ്റിൽ വരുന്ന, എല്ലാവരും ഒന്നും വരാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഉണ്ട്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ നോമിനേഷനിലും ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തൊട്ട് ആദ്യത്തെ ഒരു കുറച്ച് കാഴ്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ഗ്രൂപ്പായി വരുന്നവരുടെ നോമിനേഷൻസ് ഒക്കെ ഒരു കണക്കായിരിക്കും. ഇവരെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോമിനേറ്റ് ചെയ്യാതെ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്ത് മിക്കവാറും എല്ലാവരും ഒക്കെ തന്നെ വരും. ബട്ട് ഇതിന്റെയൊക്കെ മറവ് പറ്റി പോകുന്നവരും രക്ഷപ്പെടുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. പിന്നെ ഓപ്പൺ നോമിനേഷനും അതുപോലെ തന്നെ ക്ലോസ്ഡ് അല്ലെങ്കിൽ കൺഫെഷൻ റൂം രീതിയിലുള്ള നോമിനേഷൻ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള രീതി തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരേ രീതിയിൽ ഓപ്പൺ തന്നെ ആകുമ്പോൾ കണ്ടിരിക്കുന്നവർക്കും വലിയ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പം രണ്ട് രീതിയിലും കൂടെ മിക്സ് ചെയ്തിട്ടൊരു നോമിനേഷൻ പ്രക്രിയ ആയിരിക്കട്ടെ സീസൺ 7 എല്ലാ തവണത്തെയും പോലെ. ബട്ട് അധികം വെയിറ്റ് ചെയ്യിക്കാതെ തുടക്കം തന്നെ അങ്ങനെ ഒരു സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അടുത്തൊരു പ്രേക്ഷകൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇനി വരുന്ന എല്ലാ സീസണും ഈ ടൈമിൽ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സീസണിലാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു സെറ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ എല്ലാ സീസണും വെച്ച് നോക്കുമ്പോൾ ആദ്യ സീസണുകൾ ആ ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയങ്ങളിൽ തുടങ്ങി. പിന്നീട് പയ്യെ അത് പല സമയങ്ങളിലായി. ലാസ്റ്റ് ഇപ്പോൾ കുറച്ചായിട്ട് ഈ പറയുന്നത് പോലെ മാർച്ചിൽ സീസൺ നടക്കുന്നു. അത് മറ്റുള്ള ലാംഗ്വേജിലുള്ള ബിഗ് ബോസിന്റെ സമയം നോക്കി അവരുടെ സമയം സന്ദർഭമൊക്കെ നോക്കി അവരുടെ ഈ ഒരു സെറ്റ് ഫ്രീ ആകുന്ന സമയം നോക്കിയാണ് നമ്മൾ ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കും ഒരു സ്വന്തമായിട്ട് മലയാളത്തിന് ഒരു സ്വന്തം സെറ്റ് വന്നതോടുകൂടി ഈ ഒരു സീസൺ ഓഗസ്റ്റിൽ നടക്കുന്നു. അതുകൊണ്ട് അടുത്ത സീസൺ ഏത് സമയത്താണോ നടക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഒരു പരിധി വരെ എല്ലാ സീസണും നടക്കാൻ പോകുന്നത്. മിക്കവാറും ഈ ഒരു സമയത്ത് തന്നെ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ ലാംഗ്വേജിലുള്ള ബിഗ് ബോസുകളും ഒരേ സമയത്ത്, കാരണം മലയാളം മാത്രമാണ് വേറിട്ടൊരു സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ എല്ലാ ലാംഗ്വേജിലുള്ള ബിഗ് ബോസും ഈ ഒരു സമയത്ത് നടത്താനുള്ള ശ്രമങ്ങൾ അവര് നടത്തും. കാരണം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ സമയങ്ങളിലാണ് ഒട്ടുമിക്ക എല്ലാ സീസണുകളിലുള്ള അല്ലെങ്കിൽ എല്ലാ ലാംഗ്വേജുകളിലുള്ള ബിഗ് ബോസുകളും നടക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും സാധ്യത. ബട്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ മാർച്ചിൽ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പോൾ മലയാളികളുടെ ആ ഒരു താല്പര്യം കണക്കെടുത്ത് മാർച്ചിലേക്ക് ആക്കാനും സാധ്യതയുണ്ട്. ബട്ട് ഈ ഒരു സീസൺ ഇച്ചിരി ലേറ്റ് ആകുന്നതുകൊണ്ട് ഇനി അടുത്ത സീസൺ മാർച്ചിൽ നടത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവർക്ക് സമയം മാനേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. മാർച്ചിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈവ് ഓഡിയൻസ് ഉണ്ടാകും. കുറച്ച് കോളേജ് അതുപോലെ തന്നെ സ്കൂൾ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് ഒത്തിരി പേര് അവധിയൊക്കെ ആയതുകൊണ്ട് ഓഡിയൻസ് കുറച്ചുകൂടി ഉണ്ടാകും ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ നാട്ടിലെ മഴ പ്രശ്നങ്ങളും കാര്യങ്ങളും കറണ്ട് ഇതൊക്കെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും.
മീൻസ് പ്രശ്നങ്ങളില്ലാതിരിക്കും. ഈ ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്, ഇടി സംഭവങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലൈവ് ഒക്കെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ ഒരു സീസൺ ചിലപ്പം ചിലപ്പം കുറവായിരിക്കാം, ബട്ട് സ്റ്റിൽ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഓഡിയൻസിനെ ലൈവിലേക്ക് എത്തിക്കാൻ സാധിക്കും. നോക്കാം, നമുക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിൽ എന്നാണ് തുടങ്ങുന്നത്, ആ ഒരു അടുത്ത സമയങ്ങളിലായിരിക്കും പിന്നീടുള്ള സീസൺ ഇവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് കിട്ടിയതിന് ശേഷമുള്ള ആദ്യ സീസൺ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അടുത്തത് നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന ഒരു സജഷൻ ആണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും. വെറുപ്പിക്കുന്ന ലവ് ട്രാക്ക് സ്ട്രാറ്റജി വരുന്ന കണ്ടസ്റ്റൻസ് ട്രൈ ചെയ്യരുത്. ശരിയാണ്, അതും നല്ലൊരു സജഷനാണ് കണ്ടസ്റ്റൻസിനോട് വരാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ പഴയ സീസണുകളിലൊക്കെ കണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ചില സീസണുകളിലെ ലവ് സ്ട്രാറ്റജികളും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പിൾ കോംബോ സംഭവങ്ങളൊക്കെ ചിലത് ഹിറ്റാകും, ചിലത് ഹിറ്റാകത്തില്ല. അത് ഹിറ്റാകുമെന്ന് കരുതി നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഗബ്രി ജാസ്മിന് പറ്റിയതുപോലെ പ്രേക്ഷകർ എടുത്തിട്ട് ഉടുക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പ്രേക്ഷകർക്ക് കണ്ടു മടുത്തു. അപ്പോൾ അത് ജെനുവിനായിട്ട് വന്നു കഴിഞ്ഞാൽ വന്നോട്ടെ, അതല്ലാതെ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ പ്രേക്ഷകർ കണ്ടുപിടിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കത്തുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടതായിട്ട് വരും. സോ ഇതുപോലെയുള്ള കോപ്പിയടി സ്ട്രാറ്റജികൾ മുൻ സീസണുകളെ നോക്കി ഇങ്ങോട്ട് കൊണ്ടുവരാതെ ബിഗ് ബോസ് 7ൽ നിങ്ങളായിട്ട് നിന്ന് ജെനുവിനായിട്ട് സംഭവങ്ങൾ വന്ന് കളിക്കാൻ ശ്രമിക്കുക. പ്രേക്ഷകന്റെ നല്ലൊരു അഭിപ്രായമാണ്. വെറുപ്പിക്കുന്ന ലവ് ട്രാക്ക് സ്ട്രാറ്റജി കൊണ്ടുവരാതിരിക്കുക. അടുത്തത് ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു സജഷനാണ് സേഫ് ഗെയിമേഴ്സ് ന്യൂട്രൽ ഗെയിമേഴ്സിന് വോട്ട് ചെയ്യല്. അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോ ഓഡിയൻസും ഓരോ പ്രേക്ഷകരുടെയും താല്പര്യങ്ങൾ പലതാണ്. ചിലപ്പോൾ സേഫ് ആയിട്ട് നിന്ന് പ്ലേ ചെയ്യുന്നവരെ ആയിരിക്കും പല ഓഡിയൻസിനും താല്പര്യം. ബട്ട് നല്ല രീതിയിൽ കളിച്ച് മുന്നേറുന്നവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ലൊരു സീസൺ കാണാൻ പറ്റും. സേഫ് ഗെയിം കളിച്ച് സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് മറ്റുള്ളവരുടെ നിഴല് പറ്റി കറങ്ങിയടിച്ച് നടക്കുന്നവരെയൊക്കെ നിർത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ ഇല്ല. അവർ മികച്ചൊരു ഗെയിമിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടേതായ താല്പര്യങ്ങളോ ഇൻട്രസ്റ്റോ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അവരിങ്ങനെ നൈസായിട്ട് ന്യൂട്രൽ അടിച്ച് അവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രേക്ഷകർ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. പുറത്തുള്ള ആളുകളോടുള്ള ഇഷ്ടം വെച്ചിട്ട് അങ്ങനെയുള്ളവർ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു ഇഷ്ടമൊക്കെ അത് പുറത്ത് തന്നെ നിർത്തുക. അകത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് വോട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അടുത്തത് ഒരു സജഷനാണ് സേഫ് ഗെയിമേഴ്സിനെ ലാലേട്ടൻ വീക്കെൻഡ് വരുമ്പോൾ പുറത്തു കൊണ്ടുവരണം. അതും കുറച്ചുകൂടി നല്ലതാണ്. ബട്ട് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി സേഫ് ഗെയിം കളിക്കുന്നവർ കളിച്ചോട്ടെ. ബട്ട് അതിനെ ഈ ഒരു വീക്കെൻഡ് വന്നു കഴിയുമ്പോൾ പുറത്ത് കുറച്ചുകൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാകും. നമുക്കറിയാമെങ്കിൽ പോലും അതിനുള്ളിൽ നിൽക്കുന്ന പലർക്കും അറിയാൻ പറ്റുന്നില്ല. അപ്പം കാരണം അവരത് കാണുന്നില്ല. അതുകൊണ്ട് വീക്കെൻഡ് വരുമ്പോൾ അവരെ ഒന്ന് തുറന്നു കാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി ഒന്ന് വിജിലന്റ് ആയി നല്ല രീതിയിൽ ഗെയിം കളിക്കാനും ഈ സേഫ് അടിച്ച് പോരുന്നവരെ അല്ലെങ്കിൽ സേഫ് അടിച്ച് ഫിനാലെ വരെ എത്തുന്നവരെ നേരത്തെ തന്നെ നോമിനേഷനിൽ കൊണ്ടുവന്ന് പുറത്താക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അവർക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ സേഫ് അടിച്ച് ഫിനാലെ വരെ എത്തും. സോ ഹോസ്റ്റിനെ സംബന്ധിച്ചല്ല ബിഗ് ബോസ് ടീമും അതിലൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിക്കുക. വീക്കെൻഡിൽ അങ്ങനെയുള്ളവരെ ഒന്ന് തുറന്നു കാട്ടാൻ ശ്രമിക്കുക. അടുത്തതും സേഫ് ഗെയിമേഴ്സിനെ ആദ്യം പുറത്താക്കണമെന്നൊന്നും പറയുന്നില്ല. കാരണം അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കളിച്ച് പോകുന്നവർ കളിച്ചോട്ടെ. അവർക്ക് പിന്നീട് അത് മാറ്റണമെന്ന് തോന്നാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കാം എന്നും കരുതി അധികമല്ല. പ്രേക്ഷകർക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വോട്ട് ചെയ്ത് ഒരു ഗെയിം ചെയ്യുന്നില്ല, നമുക്കൊരു എന്റർടൈൻമെന്റ് തരുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെല്ലാം വോട്ട് ചെയ്യാതിരുന്ന് അവരെ പുറത്താക്കുക. കാരണം നമുക്ക് അവരുടെ നിന്നാലും നിന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല. എല്ലാ കണ്ടസ്റ്റൻസിനെയും അങ്ങനെ തന്നെ കണ്ടാൽ മതി. നമുക്ക് നല്ലൊരു ബെറ്റർ സീസൺ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ട് ആദ്യം പുറത്താക്കണോ വേണ്ടോ എന്നൊക്കെ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങൾ കമന്റ് ചെയ്യൂ. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് വീഡിയോയ്ക്കടിയിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്തത് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ്, വേറെ ലാംഗ്വേജ് ബിഗ് ബോസ് കാണാറുണ്ടോ? ഏത് ലാംഗ്വേജ് ബിഗ് ബോസ് ആണ് ഇഷ്ടമുള്ള സീസൺ ഏതാണ്? ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? ഓക്കെ, ഇതിപ്പോ നമ്മളോടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. അപ്പൊ വേറെ ലാംഗ്വേജ് ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി തമിഴൊക്കെ കാണാറുണ്ട്. ഹിന്ദി ഇപ്പൊ അധികം ഫോളോ ചെയ്യാറില്ല. ജസ്റ്റ് അതിനെക്കുറിച്ച് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാൻ ശ്രമിക്കാറുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതിലപ്പുറം കൂടുതൽ ഫോളോ ചെയ്യാറില്ല ഹിന്ദി. തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ കംപ്ലീറ്റ് കണ്ടിരുന്നു. സമയം കിട്ടുന്നത് പോലെ കാണാറുണ്ട്. അപ്ഡേറ്റുകളും കഴിഞ്ഞ ഒരു സീസൺ മുതൽ തമിഴ് ബിഗ് ബോസിന്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തു തുടങ്ങുന്നുണ്ട്. ഇനിയും ഈ ഒരു സീസൺ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം കൂടെ ക്ലാഷ് ആകും. കാരണം നമ്മളിപ്പോൾ ഓഗസ്റ്റിലാണല്ലോ തുടങ്ങുന്നത്. അത് ഒക്ടോബർ മിഡോടുകൂടി
തമിഴ് ബിഗ് ബോസ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ മെച്ചമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസോഡുകൾ കണ്ട് നമ്മൾ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. ഏത് ലാംഗ്വേജ് ബിഗ് ബോസ് ആണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഹിന്ദി നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടമായിരുന്നു. തമിഴും വലിയ കുഴപ്പമില്ല, ഇഷ്ടമായിരുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ മലയാളം ബിഗ് ബോസ് തന്നെയാണ് ഏറ്റവും നല്ലത്. എനിക്കത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഇച്ചിരി മോശമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭാഷയിലുള്ള ബിഗ് ബോസ് തന്നെയാണ് എപ്പോഴും നമുക്ക് പ്രിയം. അടുത്തത് ഇഷ്ടമുള്ള സീസൺ ഏതാണ്? ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? ഇഷ്ടമുള്ള സീസൺസും കണ്ടസ്റ്റൻസും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ നമുക്ക് വേറൊന്നും തന്നെ ഇല്ല. സീസൺ 1 തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ. കാരണം അതിനകത്ത് എല്ലാ ഫാക്ട്സും ഉണ്ട്. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ, എന്താ പറയുന്നത്, ആക്ഷൻ, ത്രില്ലർ, കോമഡി, റൊമാൻസ് പാക്കേജ് ഉൾപ്പെട്ട ഒരു സീസൺ ആയിരുന്നു സീസൺ 1 എന്ന് പറയുന്നത്. പിന്നീട് വന്ന സീസണൊക്കെ പല രീതിയിൽ തകർന്നും പൊളിഞ്ഞും ഒക്കെ പോകുന്നു. സീസൺ 4 കുഴപ്പമില്ല, ബട്ട് എനിക്ക് സീസൺ 1 തന്നെയാണ് ഒരു കംപ്ലീറ്റ് വിന്നറും കൂടി അതിനകത്തുണ്ടായിരുന്നു. സീസൺ 4നെ സംബന്ധിച്ച് വേറൊരാളുടെ മറവിൽ വിന്നറായിട്ടുള്ള ഒരാളാണ് സീസൺ 4 വരുന്നത്. അതല്ലാതെ ഒരു മാസ് സീസൺ തന്നെയായിരുന്നു സീസൺ 4ഉം. ഒരു ഓഡിയൻസ് പുള്ളിങ് ഉണ്ടായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു സീസൺ 4. ബട്ട് 24/7 ഒക്കെ ആ സമയത്ത് തുടങ്ങിയത് കൊണ്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. സീസൺ 1ലും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സീസൺ 1 വേറെ ലെവലായാണ്. കാരണം അത്രമാത്രം മികച്ചൊരു സീസണാണ് സീസൺ 1. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ സീസണുകളിൽ സാബുവിനെ വിന്നറായിട്ടുള്ള സാബു, അതുപോലെ തന്നെ രജനി, ഹരിദാസ്, പേർഡി, ഇവരെയും കുഴപ്പമില്ലായിരുന്നു. സീസൺ 2 ചോദിച്ചു കഴിഞ്ഞാൽ രജിത് കുമാർ കുഴപ്പമില്ലായിരുന്നു. സഹതാപ രീതിയിലുള്ള അപ്രോച്ച് ആണെങ്കിൽ പോലും ഉള്ളതിലെ ബെറ്റർ എന്ന രീതിയിൽ കുഴപ്പമില്ലായിരുന്നു ആ ഒരു സീസണിൽ. പിന്നെ രജിത് കുമാറിന്റെ സീസണിൽ അങ്ങനെ അധികം ആരും ഇല്ല. ഇടയ്ക്ക് വന്ന പവനൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് സാഹചര്യം നല്ലതല്ലാത്തതുകൊണ്ട് സീസൺ തന്നെ പോയി. സീസൺ 3യിൽ മണിക്കൂട്ടൻ കുഴപ്പമില്ലായിരുന്നു, പിന്നീട് ഒരു മോശാവസ്ഥയിലൊക്കെ പോയി. പിന്നെ സീസൺ 3യിൽ നമുക്ക് എടുത്തു പറയത്തൊക്കെ ആരും തന്നെ ഇല്ല. എല്ലാവരും ഒക്കെ തട്ടിക്കൂട്ടി. റംസാൻ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഒരു സഹതാപ ഹോട്ടൽ എന്ന ഡിംബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജിയും, പിന്നെ മറ്റേ DSK ഫിറോസ് ഖാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും ഒച്ചയും ബഹളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും നമുക്ക് റണ്ണറപ്പ് ആയിട്ടുള്ള വിഷ്ണുവിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച ഗെയിമർ എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കത്തില്ല. സോ മണിക്കൂട്ടിന്റെ പേര് മാത്രമേ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളൂ. സീസൺ 4ലേക്ക് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം കുറച്ച് പേരുണ്ട്. റോബിൻ കുഴപ്പമില്ലായിരുന്നു, ബ്ലസ്സിലി കുഴപ്പമില്ലായിരുന്നു, ദീക്ഷ കുഴപ്പമില്ലായിരുന്നു, ജാസ്മിനും മൂസ കുഴപ്പമില്ലായിരുന്നു. ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും അവർ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്തതും കൊണ്ടും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് കണ്ടതുകൊണ്ടൊക്കെയാണ് പല രീതിയിൽ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമർ എന്ന നിലയിൽ, ഫൈറ്റർ എന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ റിയാസ് സലീം കുഴപ്പമില്ലായിരുന്നു. ബട്ട് വേറൊരു വന്ന ഉടനെ വേറൊരു കമ്പനി പിടിച്ച് അവൻ വേറൊരു രീതിയിൽ പോയി. നല്ലൊരു കാലിബറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. ബട്ട് അതൊരു വേറെ ഒരു നെഗറ്റീവ് സൈഡിൽ കൂടി അപ്രോച്ച് ചെയ്തത് കൊണ്ട് അത് വേറെ രീതിയിൽ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തി. പ്രേക്ഷകർക്ക് അധികം ഇഷ്ടപ്പെടാതെ പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതല്ല നല്ലൊരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല കൈപ്പുള്ള ഒരു കണ്ടസ്റ്റന്റിനെതിരെ നിന്ന് കളിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യമുണ്ടല്ലോ, ആ രീതിയിൽ വന്ന് കളിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ പോയേനെ. മറ്റൊരു സൈഡിൽ നിന്ന് മാറ്റി നിർത്തി, വേണ്ടാത്ത ആൾക്കാരെ മാറ്റി നിർത്തി ഗെയിം പ്ലേ ചെയ്തിരുന്നെങ്കിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. അപ്പം സീസൺ 4ലും അതൊക്കെയാണ്. നമുക്ക് റോബിൻ, ദിൽഷ, ബ്ലെസ്ലി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരുടെ ആൾക്കാരുടെ പേര് നമുക്ക് പറയാം. സീസൺ 5ലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും അഖിൽ മാരാർ കുഴപ്പമില്ലായിരുന്നു, പിന്നെ വിഷ്ണു, പിന്നെ അവരുടെ ആ ഒരു ഗ്യാങ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ മിഥുൻ, വിഷ്ണു, അഖിൽ മാരാർ, അതുപോലെ തന്നെ മറ്റേ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ, അപ്പൊ പുള്ളി, ഇവരുടെ ആ ഒരു ഗ്യാങ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ റെനീഷ കുഴപ്പമില്ലായിരുന്നു, സെറീന കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. അഖിൽ മാരാറാണ് പിന്നെയും കുറച്ചുകൂടി നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒരാൾ ഇഷ്ടമുള്ളതെന്ന് പറയാൻ പറ്റുന്നത്. 6ാമത്തെ സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആരെയാണ് പറയാനുള്ളത് അതില്? നമുക്ക് അഭിഷേക് കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഇടയ്ക്ക് വന്ന സിബിൻ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം എന്റർടൈൻമെന്റും ഒരു സീസണെ ഒന്ന് ഹൈപ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റിയൊരു ഇതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല, ആളും പോയി. അപ്പം അല്ലാതെ സീസൺ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു അവിഞ്ഞ സീസണും ആയിരുന്നു, അവിഞ്ഞ കണ്ടസ്റ്റൻസും ആയിരുന്നു. അതിൽ ഇഷ്ടപ്പെടാൻ പറ്റിയ പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഒരു സീസണിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഉള്ളതും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സീസൺ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്. അടുത്തൊരു ചോദ്യമാണ്, ഉപ്പും മുളകും ബാലിച്ചേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ വരുമോ? അപ്പൊ നമ്മുടെ പ്രഡിഷൻ ലിസ്റ്റിലൊക്കെ നമ്മുടെ ബൈജു സോപാനത്തിന്റെ പേരുണ്ടായിരുന്നു, ആദ്യം മുതൽ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ആളുടെ പേര് കേൾക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഹോപ്പ് ഉണ്ട്, ചിലപ്പോൾ വന്നേക്കാം, വരാതിരിക്കാം. അതൊക്കെ അവസാന നിമിഷത്തെ സെലക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരു പ്രഡിഷൻ ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ ആൾ വന്നിരുന്നു. ബിഗ് ബോസിൽ നിന്നുള്ള വിളികളും കാര്യങ്ങളും ഒക്കെ എത്തുന്നുണ്ടെന്നൊക്കെ മുൻ സീസണുകളിലും കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം, എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാൻ. നിലവിൽ ആളുടെ ഒരു കൺഫർമേഷൻ ലിസ്റ്റിൽ ആളുടെ പേരൊന്നും കേൾക്കുന്നില്ല. ആ ഒരു ദിവസങ്ങളിൽ എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടേക്കുക. അടുത്തത് സീസൺ 1 മുതൽ ഓരോ സീസണും ഇഷ്ടമുള്ള ടോപ്പ് 3 കണ്ടസ്റ്റൻസ് പേര് പറയാമോ? അതിപ്പോ ഞാൻ മുന്നത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരുന്നല്ലോ, ടോപ്പ് 3 അല്ലെന്നുണ്ടെങ്കിൽ സീസണിലെ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു. ഇനി റിപ്പീറ്റ് ചെയ്യണോ വേണമെന്നൂടെ പറഞ്ഞേക്കാം. പെട്ടെന്ന് ഞാൻ പറയാം. സീസൺ 6 നോക്കിക്കഴിഞ്ഞാൽ അധികം ആരുമില്ല. അഭിഷേക്, സിബിനൊന്നും കുഴപ്പമില്ലായിരുന്നു. സീസൺ 5 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഖിൽമാരാണ് മെയിനായിട്ടും. ബാക്കി അധികം പേരെയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ബാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ പേര് പറയാം, റിനിഷയുടെ പേര് പറയാം. അതല്ലാതെ അധികം ആൾക്കാരും ഇല്ല. സീസൺ 4ലേക്ക് വന്നു കഴിഞ്ഞാൽ റോബിൻ, ബസ്ലി, ദൃഷ്ട ഇവരെയൊന്നും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു. സീസൺ 3, 2 എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ആരും തന്നെ ഇല്ല. മുടങ്ങിപ്പോയ ഒരു അല്ലെങ്കിൽ അൺകംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുന്ന സീസണുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പോലും മണിക്കൂട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ രജിത്ത് കുഴപ്പമില്ലായിരുന്നു. സീസൺ 1 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാബു, അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ്, പേളി ഇവരൊക്കെ ആയിരുന്നു നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന കുറച്ച് കണ്ടസ്റ്റൻസ്. അടുത്തത് ചോദ്യം വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷോ ഡയറക്ടർ ആരാണ്? നമ്മുടെ സീസൺ 7 ഷോ ഡയറക്ടർ എന്ന് പറയുന്നത് സെർഗോ വിജയരാജാണ് ഈ ഒരു സീസണിലേക്ക് ഷോ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹാഫീസ് ആയിരുന്നു ഇതിന് മുന്നേ വരെ. അതിനെ മാറ്റിയിട്ട് നമ്മുടെ സ്റ്റാർ സിംഗറിന്റെയൊക്കെ ഷോ ഡയറക്ടറായിട്ടുള്ള സെർഗോ വിജയരാജാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ഒരു സീസണിൽ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത്. ഹെഡായിട്ട് ആളാണ് വന്നിരിക്കുന്നത്. അടുത്തത് സജഷൻ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതുമ ഉള്ളതും ടഫായ ടാസ്കുകളും കൊണ്ടുവരണം. കുളംകര, ബലൂൺ പൊട്ടിക്കൽ, കസേരകളി പോലെ ടാസ്കുകൾ കൊണ്ടുവന്ന് വെറുപ്പിക്കരുത്. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. പല സീസണുകളിലും എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. കുറച്ച് ടഫായിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ കണ്ടസ്റ്റൻസിന് കൊടുക്കുക. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും സീസൺ അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡുകളും ലൈവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ബിഗ് ബോസിന്റെ ടീം അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മറ്റു ബിഗ് ബോസിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ടുള്ള ഈസി ടാസ്കുകൾ മലയാളത്തിലേക്ക് അധികം കൊണ്ടുവരാതിരിക്കുക. കുറച്ച് ടഫായിട്ടുള്ള ടാസ്കുകളും എല്ലാം ഉൾപ്പെടുത്തുക. എന്നാലേ കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആകത്തുള്ളൂ. ബലൂൺ പൊട്ടിക്കൽ, കുളങ്കര, അത് മെയിൻലി കസേര കളിയുള്ള ടാസ്കുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു സജഷൻ എന്ന് പറയുന്നത് മറ്റു ലാംഗ്വേജ് ബിഗ് ബോസ് തീം ടാസ്കുകൾ അതേപടി കോപ്പി അടിച്ച് മലയാളത്തിൽ കൊണ്ടുവരല്. അതാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞത്. ടാസ്കുകൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ തീമൊന്നും മലയാളത്തിലേക്ക് കോപ്പി അടിച്ച് കൊണ്ടുവരാതിരിക്കുക. തമിഴിന്റെ ഓരോന്ന് കോപ്പി അടിച്ച് തമിഴ് വെച്ച് ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ തമിഴിലെ ലാസ്റ്റ് സീസൺ അല്ലെ അതിന് മുമ്പിലത്തെ സീസണിന്റെ തീമും ടാസ്കുകളും ഒക്കെ അതേപടി എടുത്ത് കോപ്പി അടിച്ച് ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി മലയാളത്തിൽ കൊണ്ടുവന്ന് നോക്കുക. അവിടെ ഓൾറെഡി പൊട്ടിയതായിരിക്കും, അത് വീണ്ടും കൊണ്ടുവന്ന് മലയാളത്തിൽ കൊണ്ടുവന്ന് വീണ്ടും അത് പൊട്ടും. അത് ചെയ്യാതെ ഇരിക്കുക. ഈ സീസണിലെങ്കിലും കുറച്ച് മെച്ചമുള്ള സീസൺ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ തീമൊക്കെ കുറച്ച് കോപ്പി അടിക്കുന്നതിന് കുഴപ്പമില്ല, ബട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ തീമിന്റെ കോപ്പി അടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതൊക്കെ കയറി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പം അടുത്തതെന്ന് പറയുന്നത് എപ്പിസോഡ് എഡിറ്റിംഗ് സജഷൻ ആണ്. എപ്പിസോഡ് എഡിറ്റിംഗ് പ്രോപ്പർ ആകണം. ലാസ്റ്റ് സീസൺ പോലെ തട്ടിക്കൂട്ട് ചെയ്യല്. എല്ലാവരും 24/7 കാണുന്നവർ ആകണം എന്നില്ല. അതെ, ലാസ്റ്റ് സീസൺ വളരെ മോശം എഡിറ്റിംഗ് ആയിരുന്നു. ലാസ്റ്റ് സീസൺ എന്നല്ല, 24/7 തുടങ്ങി കഴിഞ്ഞത് മുതൽ സീസൺ 4 തുടങ്ങി ആ സീസൺ കുഴപ്പമില്ലാതെ പോയി. സീസൺ 5ഉം സീസൺ 6ഉം സീസൺ 5 നല്ല രീതിയിലുള്ള ബോർ എഡിറ്റിംഗ് ആയിരുന്നു. പിന്നീട് വന്ന സീസൺ 6 ഞാൻ കാണാൻ പറ്റാത്ത രീതിയിലുള്ള എഡിറ്റിംഗ് ആയിരുന്നു. എപ്പിസോഡാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ഈ പറയുന്ന ലൈവ് ഒന്നും കാണാത്ത ഒരു എപ്പിസോഡ് പോയി കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. മോശമായി നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പോലും നല്ല രീതിയിലാണ് എപ്പിസോഡിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു കണക്ഷനും ഇല്ലാതെ വെട്ടി അങ്ങ് ഒട്ടിച്ചു വെച്ചേക്കുവാണ്. ഒരു കണ്ടിന്യൂറ്റിയും കിട്ടുന്നില്ല എഡിറ്റിംഗിൽ. അപ്പം എഡിറ്റിംഗ് കുറച്ചും കൂടി പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം എപ്പിസോഡ് കാണുന്ന ഒത്തിരി കുടുംബ പ്രേക്ഷകരും ഒത്തിരി പേരുണ്ട് ലൈവ് ഒന്നും കാണാത്ത ആൾക്കാർ. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇതിനെപ്പറ്റി ഐഡിയകളും കാര്യങ്ങളും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സീസൺ 1 കാണിച്ചതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള എപ്പിസോഡ് എഡിറ്റിംഗ് പ്രോപ്പർ ആയിരിക്കണം. എപ്പിസോഡ് നല്ല രീതിയിൽ കാണിക്കാൻ ശ്രമിക്കുക ബിഗ് ബോസിന്റെ ടീം. അടുത്തത് പ്രേക്ഷകർക്ക് പറയുന്ന സജഷൻ എന്ന് പറയുന്നത് 7ന്റെ പണി എന്ന് പ്രൊമോയിൽ മാത്രം ആകരുത്. സീസൺ തുടങ്ങിക്കഴിഞ്ഞും കാണണം. തീർച്ചയായും സീസൺ തുടങ്ങിക്കഴിഞ്ഞും ഇത് കാണണം. നമ്മൾ പ്രൊമോയിൽ എല്ലാ ഒരു ബിഗ് ബോസ് സീസൺ വരുമ്പോഴും പറയുന്നത് പോലെയല്ല, ഭയങ്കര ഹൈപ്പായിട്ടുള്ള കുറച്ച് പ്രൊമോയും കാര്യങ്ങളും മാത്രം കാണിച്ചാൽ പോരാ. ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറച്ചും കൂടി ഒന്ന് കൈകാര്യം ചെയ്യണം. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകണം. കുറച്ചും കൂടെ പാർഷ്യാലിറ്റികളൊക്കെ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടാസ്കുകളും ഗെയിമുകളും ഒക്കെ കൊണ്ടുവന്ന്
സീസണെ ഒന്ന് നന്നാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകൾ വെറും ഡ്രാമയാക്കാതെ സീസണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയുമായി ബന്ധപ്പെട്ട് എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒന്ന് വാരി പൊരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. നല്ല രീതിയിൽ എല്ലാവരെയും പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മികച്ചൊരു സീസൺ കിട്ടുമെന്നാണ് എൻ്റെയും അഭിപ്രായം. പ്രേക്ഷകർ പറയുന്നത് പോലെയൊക്കെ തന്നെ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ നടന്നതിൽ ഇഷ്ടപ്പെട്ട സീസൺ, ഇഷ്ടപ്പെട്ട വിന്നർ. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്മൾ സീസണെ പറ്റിയൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാൽ പോലും ഇഷ്ടപ്പെട്ട സീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി സീസൺ 1 ആണ്. വിന്നർ സാബു തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഖിൽ കുഴപ്പമില്ല, ബട്ട് നല്ലൊരു എന്താ പറയുക കോമ്പറ്റീഷൻ കൊടുത്ത ഒരു വിന്നർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അഖിലിന് പറ്റിയൊരു എതിരാളി ആ ഒരു സീസണിൽ ഇല്ലായിരുന്നു. പിന്നെ വേറെ ആരും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിന്നർ എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. ഇഷ്ടപ്പെട്ട സീസൺ 1 വിന്നർ സാബു ആണ്. അടുത്തത് അർഹതയില്ലാതെ ബിഗ് ബോസ് വിന്നർ. അർഹതയില്ലാത്ത ബിഗ് ബോസ് വിന്നർ. ഓക്കെ, അർഹതയില്ലാത്ത ബിഗ് ബോസ് വിന്നർ ആരാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സീസണിലെ ജിൻഡോയെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു സീസണിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും കുറെ വാഴകൾക്കിടയിൽ ഒരു തട്ടിക്കൂട്ട് വാഴയെ എല്ലാവരും കൂടെ കൂട്ടി വിന്നറാക്കി. അല്ലാതെ ഒരു മികച്ച ഗെയിമറെന്നോ മികച്ച സ്ട്രാറ്റജി ഉപയോഗിച്ചെന്നോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു എന്നാ പറയാ, ഉണ്ടായിരുന്ന കുറെ വാഴ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരാളെ അല്ലെങ്കിൽ സഹതാപത്തിന്റെ പേരിലോ ഒക്കെ എല്ലാവരും കൂടെ കൂട്ടി പുള്ളിനെ അങ്ങ് ജയിപ്പിച്ചു വിട്ടു. അത്രമാത്രം. അല്ലാതെ പ്രത്യേകിച്ച് അർഹതയൊന്നും ഉണ്ടായിട്ട് വിന്നായിട്ടുള്ള ആളല്ല. അടുത്തത് വേറൊരാളുടെ പേരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദിൽഷയുടെ പേര് ഞാൻ പറയും. കാരണം ദിൽഷ ഗെയിമർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു. ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, സർവൈവ് ചെയ്തിരുന്നു, മികച്ച രീതിയിൽ തന്നെ നിന്നു. ബട്ട് വിന്നറാകാൻ പറ്റിയ ഒരു സപ്പോർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് സപ്പോർട്ടോ ഒന്നും ഇല്ലായിരുന്നു. റോബിൻ രാധാകൃഷ്ണന്റെ ആ ഒരു മാസ് ഓഫ് ഓഡിയൻസ് സപ്പോർട്ടിന്റെ ബലത്തിലാണ് വിന്നറായത്. സോ ഇവരുടെ രണ്ടുപേരുടെ പേരും പറയാം, അർഹതയില്ലാത്തവരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ. അടുത്തതും ഒരു സജഷനാണ് വന്നിരിക്കുന്നത്. ടാസ്കുകളുടെ റൂൾസ് കംപ്ലീറ്റ് ഓരോ ടാസ്ക് തുടങ്ങും മുൻപ് പ്രേക്ഷകരെ അറിയിക്കണം. ഇതാരോ എപ്പിസോഡ് കാണുന്ന ആരോ ആണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഒരു Q&A ഇടുന്നതായതുകൊണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേരും കൂടെ പറഞ്ഞ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും. അപ്പം ടാസ്കുകളുടെ റൂൾസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ 1-2 സീസൺസ് ആയിട്ട് ഇവര് 24 ലൈവിൽ മാത്രമേ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുള്ളൂ. എഡിറ്റിങ്ങിലുള്ള പ്രശ്നം തന്നെയാണ്. അതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എഡിറ്റിംഗ് കുറച്ചുകൂടെ പ്രോപ്പർ ആക്കണം എന്നുള്ളത്. കാരണം പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകത്തില്ല എപ്പിസോഡ് വരുമ്പോൾ എന്താണ് ഇതിന്റെ റൂൾസ്, എന്താണ് അതിന് മുന്നേ നടന്നത്. കാരണം ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ അങ്ങോട്ട് പോവാണ്. ചില ടാസ്കുകൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ പിന്നെ കാണിക്കുന്ന ഭാഗം വരുമ്പോഴത്തേനും ഓടിച്ചിട്ട് വിജയിക്കുന്ന ഒരു സീനൊക്കെ ആയിരിക്കും പിന്നീട് വരുന്നത്. സോ ടാസ്കുകളുടെ ആ ഒരു കുറച്ചും കൂടി എഡിറ്റിങ്ങിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക ബിഗ് ബോസിന്റെ ടീമാണെന്നുണ്ടെങ്കിലും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബിഗ് ബോസ് 7 പുതിയ ടാസ്കുകളും റൂൾസും ആയിരിക്കുമോ? ഓഫ് കോഴ്സ്. റൂൾസ് എന്ന് പറയുന്നത് പഴയതൊക്കെ തന്നെയായിരിക്കും. ചില റൂൾസുകളും കുറച്ച് ഹാർഡ് ഓൺ റൂൾസുകളും ഒക്കെ ഉണ്ടായിരിക്കും. അല്ലാതെ മൊത്തത്തിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഇതുവരെ ഫോളോ ചെയ്തു വന്നതിന്റെ സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. ടാസ്കുകൾ ഓട്ടോമാറ്റിക്കലി അറിയാലോ, എല്ലാ സീസണുകളിലും വെറൈറ്റി ടാസ്കുകളൊക്കെ തന്നെയായിരിക്കും. ചിലപ്പോൾ ഒരേ പാറ്റേണിലുള്ള പല ടാസ്കുകളും വന്നത് കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് വരും. മറ്റു ലാംഗ്വേജിലുള്ള ബിഗ് ബോസിന്റെ ടാസ്കുകളൊക്കെ ആയിരിക്കും കോപ്പി അടിച്ച് കൊണ്ടുവരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളത്തിലെ പ്രശ്നം. ഈ ഒരു തവണ അതൊക്കെ ആ പാളിച്ചകളൊക്കെ മാറ്റി നല്ല രീതിയിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നമ്മുടെ ഓഡിയൻസിനുള്ള ഒരു സജഷൻ ആണ്. ഓഡിയൻസിനോട് പറയുന്നതാണ്, ഈ സീസൺ എങ്കിലും രാജാവ് റാണി വേണ്ട, ബ്ലൈൻഡ് ഫാനിസം കാണിച്ചു പോകരുത്. ഈ സീസൺ എങ്കിലും രാജാ റാണി വേണ്ട, ബ്ലൈൻഡ് ഫാനിസം കാണിക്കരുത്. ഓക്കെ. അപ്പം ഈ സീസണിൽ രാജാവ് റാണി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, അതൊരു സീസണിന്റെ പാർട്ടാണ്. ഒരു സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മികച്ച പ്ലേയേഴ്സും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകര് രാജാവ് റാണി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. കഴിഞ്ഞ സീസൺ നോക്കി രാജാവും ഇല്ല, റാണിയില്ല, ഒന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീസണിൽ അങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ ആരും തന്നെ ഇല്ല. കുറെ പേരുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി പേരുകളെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊക്കിക്കൊണ്ടുവരും, ഇടയ്ക്കിടയ്ക്കൊക്കെ താഴ്ത്തിയിടും. കാരണം മികച്ച ഒരു ആൾക്കാരില്ല. അത് തന്നെയായിരുന്നു ആ സീസണിന്റെ അവസ്ഥയും. സീസണും ഒരു വഴിക്ക് കൊള്ളാതെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അപ്പം മികച്ചൊരു സീസൺ വരുമ്പോൾ മികച്ച പ്ലേയേഴ്സ് ഉണ്ടാവും. മികച്ച പ്ലേയേഴ്സ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലെ മുന്നിൽ നിൽക്കുന്ന മാസ് പ്ലേയേഴ്സിന് രാജാ റാണി പട്ടമൊക്കെ പ്രേക്ഷകർ കൊടുക്കും. അത് നമുക്ക് വേണ്ടാന്നൊന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. പിന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാനിസമോ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ, ബ്ലൈൻഡ് ഫാനിസം കാണിച്ചു പോകരുത്. അത് കാണിക്കുന്നവർ കാണിക്കട്ടെ. കുറെ പ്രേക്ഷകർ അങ്ങനെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറെ പ്രേക്ഷകർ അങ്ങനെയുണ്ട്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യരുത്. നല്ലപോലെ ഗെയിം കളിക്കുന്നവരെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ നല്ല ഗെയിം കളിക്കുന്ന രീതിയിലല്ല, പുറത്ത് അവരെങ്ങനെയാണോ അത് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ. ബട്ട് ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാതെ കുറച്ച് മര്യാദയൊക്കെ കാണിക്കുക. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരെ, നല്ല രീതിയിൽ നിൽക്കുന്നവരെയും ബിഗ് ബോസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ട് നിൽക്കാതിരിക്കുക. പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും കുറച്ച് മച്യൂരിറ്റി കാണിക്കുക. അത്രേ എനിക്കും അതിൽ പറയാനുള്ളൂ. ബാക്കിയൊക്കെ യുവർ ചോയ്സ്.
അടുത്തതും നമുക്ക് ഒരു പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ് ആയി ഇഷ്ടമുള്ള ആര് വരണമെന്നാണ് ആഗ്രഹം? അങ്ങനെ ആര് വരണമെന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം നമ്മൾ ബിഗ് ബോസിൽ പുറത്തുള്ള ഒരാളെ നോക്കി ഇന്നൊരു വരണം. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തുള്ള പോലെയൊന്നും ആർക്കും അകത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയല്ല. ഞാൻ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ടി സംസാരിക്കുകയോ എന്തോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനുള്ളിൽ വന്ന് അവരെന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മൾ പ്രേക്ഷകരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. അല്ലാണ്ട് അവർ പുറത്ത് എങ്ങനെയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പ്രേക്ഷകരും എല്ലാവരും അങ്ങനെ തന്നെ ആവണം. പുറത്ത് എന്തും ആയിക്കൊള്ളട്ടെ, നമ്മളെ ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അവരതിൽ വന്നതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യണം അത് അവരതിൽ പറ്റുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ആര് വരണമെന്നുള്ള പ്രത്യേകിച്ച് ആരും വരണമെന്നൊന്നുമില്ല. അതിൽ വന്നതിന് ശേഷമാണ് അവർ നല്ലതാണോ വേണ്ടോ എന്നൊക്കെ നോക്കി ഞാൻ സപ്പോർട്ട് ചെയ്യാറ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരും വരണമെന്നൊന്നുമില്ല. അടുത്തത് കോമണേഴ്സ് സെലക്ഷൻ കഴിഞ്ഞാൽ എത്ര പേർ ഉണ്ടാകും ഈ സീസൺ? കോമണേഴ്സിന്റെ സെലക്ഷൻ ഈ ഒരു വീക്കെൻഡോട് കൂടി കഴിയുമെന്നാണ് കേൾക്കുന്നത്. ഓൾറെഡി സൂം മീറ്റിംഗും അതുപോലെ തന്നെ പേഴ്സണൽ ഓഡീഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആഴ്ചയോടുകൂടി തന്നെ മിക്കവാറും അവരുടെ കൺഫർമേഷൻ കിട്ടുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. ആരെങ്കിലും പേഴ്സണലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എത്ര പേര് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 പേര് കാണാനാണ് സാധ്യതകൾ. കഴിഞ്ഞ സീസൺ 3 പേരുണ്ടായിരുന്നത് കൊണ്ട് ചിലപ്പോൾ 4 ആകാം. എന്നാൽ അധികം കോമ്പിനേഷനെ ഒന്നും ഉൾപ്പെടുത്തേണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു 2-3 പേരെയൊക്കെ നിർത്തിയാൽ മതി. എന്താണേലും നമുക്ക് നോക്കാം. 2 പേര് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സീസണും. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, തൊപ്പി ബിഗ് ബോസ് 7 ഉണ്ടോ? ഇതൊക്കെ ആരാണാവോ? ഓക്കെ, എന്താണെങ്കിലും തൊപ്പി ബിഗ് ബോസ് 7 ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല. ഇതുവരെ വന്നിട്ടില്ല. പുള്ളിയൊന്നും വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെ ബിഗ് ബോസ് പോലെ ഒരു ഷോയിലൊക്കെ വന്നിരുന്ന് ഒരു ഗെയിം സ്ട്രാറ്റജിയൊക്കെ ഉൾപ്പെടുത്തി കളിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ പുള്ളിക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പുള്ളിയൊക്കെ ഗെയിമറോ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തുന്നയാളൊക്കെ അതൊക്കെ പറ്റുള്ളൂ. ഇതിനൊന്നും പറ്റുന്ന ആളൊന്നും അല്ല. അതുകൊണ്ട് വരുമെന്നും തോന്നുന്നില്ല. എന്താണെങ്കിലും പുള്ളിയുടെ ലിസ്റ്റോ പേരോ ഒന്നും നമ്മുടെ ഈ ഒരു അറിയുന്ന ഒരു കൺഫർമേഷൻ ലിസ്റ്റിലൊന്നും ഇല്ല. അടുത്തത് കണ്ടസ്റ്റൻസിനുള്ള ഒരു സജഷൻ ആണ്. വരുന്ന കണ്ടസ്റ്റൻസ് ഗ്രൂപ്പ് ഗെയിം കളിക്കാതെ ഒറ്റയ്ക്ക് കളിക്കണം. അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു ബിഗ് ബോസ് ഷോ പോലെ ഒരു റിയാലിറ്റി എന്റർടൈൻമെന്റ് ഗെയിം ഷോ ആകുമ്പോൾ അതിനകത്ത് ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും, ഗ്രൂപ്പായിട്ട് കളിക്കേണ്ടി വരും. അത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് കളിച്ച് ജയിക്കുന്നവരാണ് അവിടെ പിടിച്ചു നിൽക്കത്തുള്ളൂ. സോ നമ്മൾ പ്രേക്ഷകർ അങ്ങനെ നിർബന്ധം പിടിക്കാതിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കുക, ഗ്രൂപ്പായിട്ട് കളിക്കുക, അത് അവരുടെ ഇഷ്ടം പോലെ കളിക്കട്ടെ. അത് നമുക്ക് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചാൽ മതി. ശരിയല്ലേ? അപ്പം അവരവരുടെ ഇഷ്ടം പോലെ കഴിക്കട്ടെ. നമുക്ക് അവരുടെ ഫ്രീഡം നമ്മൾ കൊടുക്കുക. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ ഇരിക്കുക. അവരവരുടേതായ ഇഷ്ടത്തിൽ നമ്മളെ എന്റർടൈൻ ചെയ്ത് നല്ല മികച്ച രീതിയിൽ ഗെയിം കളിക്കട്ടെ. ഓക്കെ. അടുത്തത് സജഷൻ ആണ് വന്നിരിക്കുന്നത്, മറ്റു ലാംഗ്വേജ് പോലെ മലയാളം ബിഗ് ബോസും 100 ദിവസത്തിന് മുകളിൽ നടത്തണം. തീർച്ചയായും അത് എന്റെയും കൂടി ഒരു സജഷൻ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കും ആഗ്രഹമുണ്ട്. മറ്റു ലാംഗ്വേജുകളൊക്കെ 100-ന് മുകളിൽ പോകുന്നുണ്ട്. തമിഴാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ 106 ദിവസമാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത്. ഹിന്ദിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 130 കഴിഞ്ഞപ്പോൾ ഈ ഒരു സീസൺ 150 കടന്നിരിക്കുകയാണ്. അപ്പം പല ബിഗ് ബോസ് സീസണുകളും ഒത്തിരി ദിവസങ്ങൾ കൂടുന്നത് നമ്മുടെ മലയാളത്തിൽ മാത്രം 100 തികയ്ക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ്. 100 ദിവസം എന്ന് പറഞ്ഞിട്ട് ആ 100 തികയ്ക്കുന്നില്ല. നമുക്ക് അധികം ഒന്നും വേണ്ട. കാരണം 150 ദിവസം ഒന്നും ഇട്ട് അതൊക്കെ ബിസിനസ് പരമായിട്ടുള്ള മാർക്കറ്റിംഗ്, വേറെ പല കണ്ടസ്റ്റൻസിനെ ഇട്ട് വേറെ പല രീതിയിൽ കാശുണ്ടാക്കാനും വേറെ പല രീതിയിൽ വെറുപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങളൊക്കെ കൂട്ടുന്നത്. അത്രയൊന്നും നീട്ടി നമ്മളെ വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു 100 ദിവസത്തെ ഷോയിൽ ഒരു 100+1 വീക്ക് മതി ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത്രയും ഒന്ന് കൺഫേം ചെയ്ത് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു സീസൺ എല്ലാ കുറവുകളും പോരായ്മകളും ഒക്കെ നികത്തി ബിഗ് ബോസ് ടീം വരുമെന്ന്. അടുത്തത് ഒരു സജഷൻ വന്നിരിക്കുന്നത്, ചില വീക്കിൽ നോമിനേഷൻ വരുന്നവരെ രക്ഷിക്കാൻ എവിക്ഷൻ ക്യാൻസൽ ചെയ്യുന്ന പണി നിർത്തണം, പ്രേക്ഷകരെ വിഡ്ഢികൾ ആക്കരുത്. കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു സജഷനാണ്. ഇതെല്ലാ സീസണുകളും മുൻപ് തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിന്റെ പേഴ്സണൽ താല്പര്യങ്ങൾ കൊണ്ടും ഒക്കെ ചില കണ്ടസ്റ്റൻസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഫെസ്റ്റീവ് വീക്കൊക്കെ ആകുമ്പോൾ അതിന്റെ പേരും പറഞ്ഞിട്ട് നോമിനേഷൻ അല്ലെങ്കിൽ എവിക്ഷൻ ക്യാൻസൽ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ അത് നിർത്തിയാൽ കുറച്ച് നന്നാവും. പിന്നെ കുറച്ച് നല്ല രീതിയിലൊക്കെ ഗെയിം കളിക്കുന്നവരെയൊക്കെ സേവ് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ബട്ട് തീർത്തും മോശമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടസ്റ്റൻസിനെ നിർത്താൻ ഈ ഒരു
എവിക്ഷൻ ക്യാൻസൽ ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം പ്രേക്ഷകരൊക്കെ കഷ്ടപ്പെട്ട് ആ ഒരു ആഴ്ച വോട്ട് ചെയ്യുന്നതാണല്ലോ. സോ പ്രേക്ഷകരെ വോട്ടിന് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക, അത് നല്ലതാണെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. പിന്നെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് ആണിത് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ടസ്റ്റൻസ് എതിരെയുള്ള സൈബർ ബുള്ളിങ് നിർത്തണം, ഷോയെ ഷോ ആയിട്ട് കാണണം, കുറെ ബ്ലൈൻഡ് ഫാൻസ് മറ്റ് കണ്ടസ്റ്റൻസ് താഴ്ത്തിക്കെട്ടാൻ വളരെ മോശമായി ചിത്രീകരിച്ച് കാണുന്നു സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, അത് എല്ലാ സീസണിലും ഇതും ഒരു പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ്. പക്ഷെ അതിനകത്ത് പറയാനുള്ളത് സൈബർ ബുള്ളിങ്, മറ്റ് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഫാൻസ് ഇറങ്ങി വളരെ മോശമായിട്ട് രീതിയിൽ ചിത്രീകരിക്കുന്ന പരിപാടികളൊക്കെ നിർത്തുക. അത് ഗെയിമിനെ ഗെയിമായിട്ട് കാണുക. ആ ഒരു ഷോയുടെ ആ ഒരു ഇൻട്രസ്റ്റ് കളയാതെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിമിൽ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളും മറ്റു കണ്ടസ്റ്റൻസിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള ചില ഒരു ലിമിറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർത്തും മോശമായ രീതിയിൽ സൈബർ ബുള്ളിങ് ഈ കണ്ടസ്റ്റൻസിന് നേരെ ബിഗ് ബോസിലെ കാര്യങ്ങൾ വെച്ചിട്ട് നടത്താതെ ഇരിക്കുക. കാരണം ഇതൊരു ഷോയാണ്. ഷോയുടെ പാർട്ട് ഓഫ് ദ ഷോയിൽ പലരും പല കാര്യങ്ങളും ചെയ്യും, പറയും, അത് അവിടെ തീരട്ടെ. അതുപോലെ ഒരു വിവരവും വിദ്യാഭ്യാസമില്ലാത്ത ഓഡിയൻസ് ആയി മാറരുത്. ഓഡിയൻസും കുറച്ച് മെച്യൂരിറ്റി കാണിക്കുക. അതിനകത്ത് അവർ ഗെയിം കളിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഓഡിയൻസും കുറച്ച് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഉയർത്തുക. ഷോ കാണുന്നവരും ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക. ഷോയെ ഷോ ആയിട്ട് തന്നെ എടുക്കുക. നല്ല കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്യുക, ജയിപ്പിക്കുക. ഫാനായിട്ട് വരുന്നവരും ഒക്കെ ഫാൻ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. ബട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അടുത്തത് സജഷൻസ്, ഓഡിയൻസിന് തന്നെയുള്ള ഒരു സജഷനാണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകരുടെ ബ്ലൈൻഡ് സപ്പോർട്ട് നിർത്തണം, ഗെയിം കളിക്കുന്നവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഇത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ട് കുറയ്ക്കുക. അതായത് പുറത്തുനിന്ന് കുറേ ആൾക്കാരെ ഇഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ നല്ല രീതിയിലാണെങ്കിലും മോശമാണെന്നുണ്ടെങ്കിലും വെറുതെ ഒരു ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. പിന്നെ PR വർക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവരെ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ആയിട്ട് കാണിക്കുമ്പോൾ അതിൽ വീണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ബ്ലൈൻഡ്, പിന്നെ കുറച്ച് കഴിയുമ്പം ഭയങ്കരമായിട്ട് ഫാനൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ബ്ലൈൻഡ് ഫാനായിട്ട് മാറാതിരിക്കുക. അവരുടെ ഗെയിമിനും ഗെയിമിൻ്റെ പെർഫോമൻസിനും അനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടും വോട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. ഗെയിം കളിക്കുന്നവരെ, നല്ല രീതിയിൽ നിൽക്കുന്നവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കാരണം നമുക്ക് എന്നാൽ മാത്രമേ നല്ലൊരു സീസൺ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ പ്രേക്ഷകരാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവിടെ കണ്ടസ്റ്റൻസിനെ നിർത്തണോ വേണ്ടയോ എന്നൊരു പരിധി വരെയും പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർ മോശം രീതിയിലുള്ള സെലക്ഷൻ അവിടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കണ്ടസ്റ്റൻസ് മോശമുള്ളതാകും. അപ്പം കൊള്ളില്ലാത്ത കണ്ടസ്റ്റൻസിനെ നമ്മൾ തന്നെ വേണം വോട്ട് ചെയ്യാതെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് അവരെ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് കുറെ പേര് ബ്ലൈൻഡ് ഫാൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫാൻസായിട്ട് കുറെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ ഹൈപ്പ് കൊടുത്ത് അവരെ അവിടെ നിർത്തിയിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത്? അതുകൊണ്ട് നല്ല കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. അവ നല്ല രീതിയിലുള്ള ഒരു ഗെയിമും പെർഫോമൻസും നമുക്ക് തരും. അപ്പം നല്ല രീതിയിലുള്ള ഒരു സീസൺ നമുക്ക് കിട്ടും. സോ പ്രേക്ഷകരായ നമ്മളും ഇതിനകത്ത് കുറച്ച് പ്രോപ്പറായ രീതിയിൽ ഗെയിം കളിക്കേണ്ടതുണ്ട്. മണ്ടന്മാരാകാതിരിക്കുക. പ്രേക്ഷകരും നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനുശേഷം നല്ല രീതിയിൽ നിൽക്കുന്നവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു Q&A ഡിസ്കഷൻ, അതെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ക്വസ്റ്റ്യൻസും സജഷൻസും എല്ലാം നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ലൈവായിട്ടൊക്കെ നമുക്ക് ഡിസ്കഷനിലേക്കും ലൈവ് അഭിപ്രായങ്ങളൊക്കെ വെച്ച് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരിക. നമുക്ക് വരും ദിവസങ്ങളിൽ ലൈവായിട്ട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ട് നടത്തുന്നതായിരിക്കും. അതുപോലെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എത്തിക്കുന്നുണ്ട് ഈ ഒരു സീസണിൽ. സോ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.